അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ പഠനത്തിൽ വളരെ വീക്കായിരുന്നു. ഒന്നിനും എനിക്ക് പഠിക്കാൻ കഴിവില്ലായിരുന്നു. ഇംഗ്ലീഷ് എന്ന വിഷയം എനിക്ക് അറിയത്ത് പോലുമില്ല. എന്താ സംഭവമൊന്നും എനിക്ക് ഒരു മാർക്കും കിട്ടുന്നില്ല. ഞാൻ ചോദ്യക്കടലാസ് കിട്ടുമ്പോൾ ആ ചോദ്യം തന്നെ എന്നെ എഴുതി വെക്കും. എൻ്റെ ഇംഗ്ലീഷിൻ്റെ എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആ ചോദ്യക്കടലാസിൻ്റെ അവസാനത്തെ ചോദ്യമായിരിക്കും. രണ്ടാമത്തെ ചോദ്യം 5 മാർക്കിൻ്റെ ആണെങ്കിൽ പുറകിലുള്ള 5 ചോദ്യം ഞാൻ എഴുതി വെക്കും. പിന്നെ ഇഷ്ടം പോലെ സമയമുള്ളത് കൊണ്ട് ഞാൻ ഇടയ്ക്ക് മുറിച്ച് എല്ലാം പെറുക്കി എല്ലാ വാക്കുകളും എഴുതി വെക്കും. ഇങ്ങനെ എഴുതി ആരും ഇന്ന് വരെ ജയിച്ചതായിട്ട് എൻ്റെ പരിചയത്തിലില്ല. തോറ്റിട്ട് ഞാൻ കരഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും അറിയത്തില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ അത്ഭുതം. ഞാൻ ഇംഗ്ലണ്ടിൽ പോയി 3 പ്രാവശ്യം ധ്യാനിപ്പിച്ചു. ആര്? ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാരുടെ രാജ്യമാണ്. അവിടെയുള്ള കുഞ്ഞുങ്ങൾ പോലും ഇംഗ്ലീഷ് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പിടികിട്ടത്തില്ല. ആ രാജ്യത്ത് 3 തവണ പോയി ഞാൻ ആ നാട്ടിലുള്ള ജനങ്ങളെ ധ്യാനിപ്പിച്ചു, വചനം പറഞ്ഞു. അതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് ഉയരുമെന്ന് പറയാൻ കാരണം. ദൈവത്തെ അത്ര മുറുകെ പിടിച്ചോ കയറിപ്പോവും. അവൻ്റെ വിശ്വാസമാണ്. ഞാൻ ഒരു പ്രാവശ്യം പോലും അൾത്താരയിൽ കയറിയിട്ടില്ല. എൻ്റെ പള്ളിയിൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് അൾത്താരയിൽ കയറിയിട്ടില്ല. സെമിനാരി പഠിക്കുമ്പോൾ ഞങ്ങൾ 19 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 17 പേരും അത്യാവശ്യം പഠിക്കുന്നവരാണ്. 2 പേരും മണ്ടന്മാരാണ്. ഞാനാണ് ഒരാൾ, ഒരാൾ കൂടി ഉണ്ട്. അവൻ മടുത്തിട്ട് സെമിനാരിയിൽ നിന്ന് ഓടിപ്പോയി രക്ഷപ്പെട്ടു. അവൻ എന്നോട് ആകുന്ന പറഞ്ഞ നമുക്ക് പോവാന്ന്. കാരണം ഇംഗ്ലീഷ് പഠിക്കാൻ മനസ്സിലാകാത്തതുകൊണ്ട് അച്ഛന്മാരുടെ വഴക്ക് അടി കേട്ട് മടുത്തു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചൻ നല്ല മദ്യപാനമുണ്ട്. അവിടെ ചെന്നാൽ അടി കിട്ടും, ഇവിടെ ചെന്നാൽ അടി കിട്ടും. പിന്നെയും ഭേദം ഇവിടെയാണ്. ഇവിടെ ഭക്ഷണമേലും ഉണ്ട്, വീട്ടിൽ ഭക്ഷണവും ഇല്ല. അവന് വീട്ടിൽ അത്യാവശ്യം ഇടത്തരക്കാരനാണ്. അവൻ പറഞ്ഞു, ഞാൻ നീ വേണേ വരുന്നതിൻ്റെ പൊക്കോളം, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിൽ പോയാൽ അതിനേക്കാൾ വലിയ ഭ്രാന്ത് പിടിക്കും. എന്തായാലും ഭ്രാന്ത് പിടിക്കും, ചെറിയ ഭ്രാന്ത് പിടിക്കുന്നത് ഇവിടെയാണ്, അപ്പോൾ കുഴപ്പമില്ല, ഇതായിരിക്കും നല്ലത്. അങ്ങനെ അവിടെ നിന്നു. ഞാൻ നിന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന ഒരാളായി എത്രയോ പേരുടെ മുമ്പിൽ ഞാൻ നിന്നു. ഞാനിങ്ങനെ നിൽക്കുമെന്ന് എൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളും ഒരു കുഞ്ഞു പോലും ചിന്തിച്ചിട്ടില്ല. ഒരു കുഞ്ഞു പോലും ചിന്തിച്ചിട്ടില്ല. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ അന്ന് പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് നല്ലൊരു കാലം തരണം. എല്ലാവരുടെയും അവഗണനയും കുത്തുവാക്കും കളിയാക്കലും എല്ലാം കേട്ട് മടുത്തു. എനിക്ക് നല്ലതുപോലെ ഒരു ശുശ്രൂഷയൊക്കെ തരണം, പ്രസംഗിക്കാൻ കഴിവ് തരണം, വചനം പ്രഘോഷിക്കാനുള്ള കഴിവ് തരണം. പ്രാർത്ഥിച്ച് മേടിച്ച ഒന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ ഈ അനുഗ്രഹം പ്രാർത്ഥിച്ച് മേടിച്ച, റോട്ടിൽ കൂടെ പോയപ്പോൾ വെറുതെ ദൈവം തന്നതല്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോയെന്നറിയാൻ വേണ്ടി ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ പോയി. അപ്പോൾ ഒരാളിനോട് പറഞ്ഞു, ആ കൗൺസിലറിൻ്റെ അടുത്ത് പോകണം, അയാൾ പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യവും കറക്റ്റായിരിക്കും. എന്നോട് പറഞ്ഞത് മുഴുവൻ തെറ്റാണ്. പിന്നെ അയാൾക്ക് വിഷമമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അയാൾ ഒന്നും പറഞ്ഞില്ല. എന്നോട് ആ വ്യക്തി പറഞ്ഞത് മുഴുവൻ തെറ്റാണ്. ഞാൻ പറഞ്ഞു എല്ലാം ശരിയാണ്, പിന്നെ ചുമ്മാ പുള്ളിക്ക് ഒരു സന്തോഷം ആയിക്കോട്ടെ, ഞാൻ ശരി സമ്മതിച്ചു. അപ്പം ഞാൻ ആഗ്രഹിച്ചു പോയത് അതൊന്നുമല്ല. ഞാൻ ആഗ്രഹിച്ചു പോയത് പ്രാർത്ഥിച്ചിട്ട് ആ മനുഷ്യൻ പറയും, നിങ്ങൾ ദൈവവചനം പ്രസംഗിക്കുമെന്ന് പറയൂന്നായിരുന്നു എൻ്റെ ചിന്ത. അത് മാത്രം പറഞ്ഞില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ബ്രദർ, അങ്ങനെ ഒരു കാര്യമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച് നോക്കിയിട്ട് പറഞ്ഞു, അത് ഞാൻ കാണുന്നില്ലെന്ന്. എനിക്ക് അയാളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷേ ധൈര്യമില്ലായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ ഞാനിവിടെ നിൽക്കുന്നു? അയാൾ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ഈ കൃപ കണ്ടില്ല? അതായത് എല്ലാവരോടും പറയാം, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും കൗൺസിലിങ്ങിന് പോയിട്ട് ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞ് വിഷമിക്കരുത് കേട്ടോ. നമുക്ക് അയാൾ കണ്ടില്ലെങ്കിലും കണ്ടാലും ദൈവത്തിൽ നിന്ന് ചില അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങാൻ പറ്റും. പ്രാർത്ഥിച്ചത് മേടിച്ചെടുക്കണം, ആരാധിച്ചത് മേടിച്ചെടുക്കണം. നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മൾ ബൈബിൾ തുറന്നു വെച്ചത് മേടിച്ചെടുക്കും. എനിക്കിത് വേണം, എനിക്കിത് അത്യാവശ്യമാണ്, ഇതുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മളത് അതാണ് ഈ മേടിച്ചെടുക്കുന്ന അനുഗ്രഹമാണിത്. അയാൾക്ക് നല്ല കൃപയുള്ള ആളായിരിക്കും, പക്ഷെ അയാൾ എന്തായാലും പ്രാർത്ഥിച്ചിട്ട് ഈ സംഭവം കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കലും അയാൾ വചനം പ്രസംഗിക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം പ്രാർത്ഥനയെ കണ്ടിട്ടില്ല.
അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. ഉയരും. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇത് അനുഭവിക്കാൻ പറ്റും. എല്ലാവർക്കും പറ്റും. അപ്പം എൻ്റെ കൂടെ അന്ന് ഈ വാട്സപ്പ് ഒന്നും ഇത്രയും സുലഭമല്ല. അപ്പം എൻ്റെ കൂടെ സെമിനാരി പഠിച്ച് 19 പേരുണ്ട്. അതിൽ മണ്ടനാന്ന് പറഞ്ഞ ഒരാളും കൂടി ഉണ്ടല്ലോ. അവൻ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടാണ് ഈ നാട് വിട്ടു പോയത്. ഈ സെമിനാരിയിൽ നിന്ന് പോയി. അപ്പം എനിക്കിവനെ യാതൊരു ഇത് കോണ്ടാക്റ്റ്, എനിക്ക് നമ്പറില്ല. ഞാനവനെ പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചുമില്ല. എവിടെയാണെന്ന് അറിയത്തുമില്ല, ഒന്നും അറിയത്തില്ല. ഒരു പ്രാവശ്യം എൻ്റെ വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടു, നിനക്കെന്നെ മനസ്സിലായി ഞാൻ ഇന്ന ആളാണ്. അപ്പം ഞാൻ അയാളുടെ ഫോട്ടോ ഉള്ള സ്ഥലത്ത് പ്രസ് ചെയ്ത് നോക്കി, ഇതാരാണ്. അപ്പോൾ പണ്ട് സെമിനാരി പഠിച്ച ആളാണ്. ഞാൻ ഉടനെ വോയിസ് മെസ്സേജ്, എവിടെയാണ്? അപ്പോൾ തിരിച്ചു വന്ന് ഞാൻ വിളിക്കട്ടെ. ഫോൺ വിളിച്ച് ഞാൻ ചോദിച്ചു, നീ ഇപ്പോൾ എവിടെയാ? അവൻ പറയും ജർമ്മനിയിലാണ്. പെട്ടെന്ന് എനിക്ക് പണ്ടത്തെ കാലം ഓർമ്മ. ഇംഗ്ലീഷ് അറിയാത്തവൻ വേറൊരു ഭാഷ പഠിച്ച് B1 B2 പഠിച്ച് ജർമ്മനിയിൽ പോയി. എൻ്റെ വൈഫും ജർമ്മനിയിലാണ്. 5-6 ലക്ഷം സാലറി ഉണ്ട്, അവിടുത്തെ PR കിട്ടി. ഞാൻ എടുത്ത വായിൽ ചോദിച്ചു, നീ എങ്ങനെ അവിടെ എത്തി? ഇതിനേക്കാൾ വലിയവന്മാർ നോക്കിയിട്ട് പലർക്കും പറ്റിയിട്ടില്ല ഇന്ന് വരെ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചതൊരു കാര്യം പറയാനാണ്. സെമിനാരിയിൽ നിന്ന് പഠിക്കാൻ പറ്റാതിരുന്നവൻ അവനൊരു നിയോഗം വെച്ചു. എന്നാണെന്നറിയോ നിയോഗം വെച്ചത്? എനിക്ക് പഠിച്ച് രക്ഷപ്പെടാൻ കഴിയണം. അതിനുവേണ്ടി ഒരു വില കൊടുത്ത് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു. ജർമ്മനി സ്വപ്നം പോലും കണ്ടില്ല, ആ രാജ്യത്ത് എത്തുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പക്ഷെ ആൾ 2 പേരും ആ രാജ്യത്താണ്. എന്തിനെന്നെ വിളിച്ചെന്നറിയാമോ? അവൻ പ്രാർത്ഥിച്ച് അന്ന് നേർന്നായിരുന്നു, എനിക്ക് ജർമ്മനിയിൽ പോയി അല്ല ഇന്ന രാജ്യത്ത് പോയി പറ്റുവാണെങ്കിൽ എനിക്ക് ശമ്പളമൊക്കെ ആകുമ്പോൾ ഏറ്റവും പാവപ്പെട്ട ഒരാളെ ഞാൻ ഈ രാജ്യത്ത് എത്തിച്ചുകൊള്ളാം. ഏറ്റവും പാവപ്പെട്ട ഒരാളെ ഞാൻ എൻ്റെ ഫുൾ ചെലവിൽ. എന്നെ വിളിച്ചത്, നീ വയനാട്ടിലല്ലേ, അവിടെയൊക്കെ ഒത്തിരി പാവപ്പെട്ട ആൾക്കാരില്ലേ, നിനക്ക് സത്യസന്ധമായി ഏറ്റവും അർഹിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരാളെ കൊണ്ടുപോവാം, ഞാൻ ആ ഫുൾ ചെലവിൽ ഈ രാജ്യത്ത് കൊണ്ടുവന്നോളാം, പൈസ മുടക്കണ്ട, ബാക്കി എല്ലാ കാര്യവും അവർ പഠിക്കണം. അങ്ങനെയാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ വളരെ അടുത്തുള്ള ഒരു കുടുംബം, കൂലിവേലയ്ക്ക് നടക്കുന്ന കുടുംബം. ആ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ മകൾക്ക് ജർമ്മൻ പഠിച്ചു, പക്ഷേ വിദേശത്ത് പോകാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അവരിതൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഒരാൾ വഴി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബത്തെ എനിക്ക് മനസ്സിലായി, അർഹിക്കുന്ന ഒരാളാണ്. ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു. എന്തായാലും ഇന്ന് ആ വ്യക്തി ആ വീട്ടിൽ നിന്ന് ജർമ്മനിയിലാണ്. ആ മനുഷ്യൻ ജർമ്മനിയിൽ ആ കൊച്ചിനെ കൊണ്ടുപോകാൻ കാരണം അവനൊന്നുമില്ലാത്ത കാലത്ത് അവൻ നേർന്നതാണ് ദൈവത്തോട്, എനിക്കൊരു നല്ല കാലമെന്ന് നല്ലൊരു ഉയർച്ച ഉണ്ടാകുമ്പോൾ ഞാൻ ആയിരിക്കുന്ന രാജ്യത്ത് ഏറ്റവും പാവപ്പെട്ട ഒരാളെ ഞാൻ കൈപിടിച്ചുയർത്തി അവിടെ കൊണ്ടുവരും. ഇതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ചിറകടിച്ച് അവൻ എവിടെയാ നാളെ ഒന്നും പറയാൻ പറ്റത്തില്ല അവൻ്റെ കാര്യം. അവനെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.